എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ആകാശവിധാനങ്ങൾ താരകങ്ങളാൽ നിറഞ്ഞു. മാലാഖമാരുടെ സ്തുതികീർത്തനങ്ങളാൽ അന്തരീക്ഷം മുഖരിതമായി. വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ജ്ഞാനികളും ആട്ടിടയന്മാരും ദൈവകുമാരനെ വരവേൽക്കാനായി കാലിത്തൊഴുത്തിലേക്കണഞ്ഞു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്മസായി നാം ആഘോഷിക്കുന്നു. ഇന്ന് ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ വേണ്ടത്ര ഒരുക്കമില്ലാതെ ആഘോഷിക്കപ്പെടുമ്പോൾ ചിലർ നാളുകളോളം ആ ജനന തിരുനാളിനായി തയ്യാറെടുത്ത് കാത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്താണെന്ന് അവർ ആഴത്തിൽ അറിഞ്ഞിരിക്കുന്നു. അവരിൽ ഒരാളാണ് എറണാകുളം അതിരൂപതയിലെ വരാപ്പുഴ സ്വദേശിയായ നിക്സൺ. നമ്മുടെ കൊങ്ങോർപ്പള്ളി ഇടവകയ്ക്കും നിർമ്മല ഭവൻ കോൺവെൻറ്റിനും ഈ സമീപവാസികൾക്കും നിക്സൺ എന്ന സഹോദരൻ്റെ സാമീപ്യവും അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയുള്ള സംസാരവും എല്ലാവർക്കും ഒരു പ്രചോദനവും ഉന്മേഷവും ഉണർവുമാണ്. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ വേണ്ടി അത് കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവവചനം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു നല്ല മനസ്സ് ജീവിതത്തിലൂടെ കാണിക്കുകയാണ്. കൂടുതൽ സങ്കടം അനുഭവിക്കുന്നവർ, കൂടുതൽ പ്രാർത്ഥന ചോദിക്കുന്നവരൊക്കെ എല്ലാം നിക്സന് ഒരു ലിസ്റ്റ്, വളരെയധികം നീണ്ട ഒരു ലിസ്റ്റ് തന്നെ കയ്യിലുണ്ടാകും. കൂടാതെ അതിലെല്ലാത്തിലുപരിയായിട്ട് സഭയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ, വൈദികർ, മെത്രാന്മാർ, സന്യസ്തർ, സമർപ്പിതർ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഇടവകയിൽ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതെല്ലാം എല്ലാ ദിവസവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആ ലിസ്റ്റിൽ പ്രാർത്ഥിക്കുകയും അവരെല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ശക്തി കൊടുക്കുന്ന ഒരു നല്ലൊരു മനസ്സ്, തുറന്ന മനസ്സ് നിക്സനുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും നിക്സൻ്റെ ഒരു ജീവിതം ഒരു സാക്ഷ്യമാണെന്ന് തന്നെ പറയാം. സഹനത്തിലൂടെ വളരെയധികം കുറച്ച് സമയം ഇരിക്കുമ്പോഴും ഇത്രയും താഴേക്ക് ചലനശക്തി ഇല്ലാത്ത ആ ഒരു പ്രയാസമുള്ളപ്പോഴും എല്ലാം അത് കൂടുതൽ സഹനങ്ങളിലൂടെ ഒരു പുണ്യമായിട്ട് അതെടുത്തുകൊണ്ട് ഈശോയോട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമാണെന്ന് കരുതിക്കൊണ്ട് സഹനം സന്തോഷമായിട്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് നിക്സനുണ്ട്. 2011 ശേഷമുള്ള ഓരോ ക്രിസ്മസും നിക്സനെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, നിക്സന്റെ ഒരു രണ്ടാം ജന്മത്തെ കൂടിയാണ്. ജോലി ചെയ്യുന്നതിനിടെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കഴുത്തിന് താഴേക്ക് പൂർണ്ണമായും തളർന്നുപോയ വ്യക്തി. ഇനിയൊരിക്കലും നിക്സന്റെ ശരീരത്തിന് ചലനം സാധ്യമല്ല എന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതി. ആ വ്യക്തി ഇന്ന് ക്രിസ്തുവിനെ സധൈര്യം പ്രഘോഷിക്കുകയും മറ്റുള്ളവർക്ക് താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആർക്കും ഒരു അത്ഭുതം തോന്നാം. കാരണം ഇന്ന് നിക്സന്റെ ജീവിതം അനേകർ മാതൃകയാക്കുന്നു. എൻ്റെ ശരീരത്തിൽ അപകടം നടന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുകയും ഒരു മാസത്തിന് ശേഷം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. എൻ്റെ സഹോദരിയുടെ പരിചരണത്തിൽ കഴിയുന്നതോടൊപ്പം ആയുർവേദ ചികിത്സകൾ തേടുകയും ചെയ്തു. മറ്റു പല ചികിത്സകൾ ചെയ്തെങ്കിലും ശരീരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അങ്ങനെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ ചെന്ന് എൻ്റെ അമ്മയുടെ ശുശ്രൂഷയിൽ കഴിയുമ്പോൾ
വളരെ ദുഃഖത്തിലും നിരാശയിലും കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ആ സമയങ്ങളെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കോൺഗ്രേഷനിലെ സിസ്റ്റർ മരിയ വർക്കി എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. സിസ്റ്റർ എൻ്റെ അമ്മച്ചിയോടും കുടുംബത്തോടും എന്നോടുമൊക്കെ വചനം പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് സിസ്റ്റർ ഒരു ദിവസം പതിവ് പോലെ പ്രാർത്ഥിച്ച് വചനമെടുത്തപ്പോൾ കിട്ടിയത് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഇസ്രായേൽ ജനം നിഷിദ്ധമായ വസ്തുക്കൾ കൈവശം വെച്ചത് മൂലം ഏൽക്കുന്ന പരാജയത്തെക്കുറിച്ചായിരുന്നു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, നിൻ്റെ കൈവശമോ നിൻ്റെ മനസ്സിലോ നിഷിദ്ധമായ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് നശിപ്പിക്കണമെന്ന്. എന്നാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കൂ എന്ന്. ഞാൻ അന്നേരം ഒന്നും സമ്മതിച്ചില്ലെങ്കിലും അന്ന് വൈകുന്നേരം ഞാൻ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ മനസ്സിലും എൻ്റെ കൈവശവും നിഷിദ്ധമായ വസ്തുക്കളുണ്ട്, പക്ഷേ അത് എനിക്ക് സ്വന്തമായിട്ട് നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന്. പിറ്റേ ദിവസം സിസ്റ്റർ രാവിലെ തന്നെ എൻ്റെ അടുക്കൽ വരികയും എന്നെ വീൽ ചെയറിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് എൻ്റെ സൂട്ട് കേസിലുണ്ടായിരുന്ന കുറച്ച് പത്രങ്ങളും പേപ്പറുകളും അതേപോലെ മറ്റു രേഖകളുമെല്ലാം തീയിൽ നശിപ്പിക്കുവാനായിട്ട് എന്നെ സഹായിച്ചു. ഞാൻ നിഷിദ്ധമായ വസ്തുക്കൾ അതെൻ്റെ കൈവശം നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്തപ്പോഴാണ് എനിക്ക് ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് എൻ്റെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത്. അധികം താമസിയാതെ തന്നെ ആത്മശോധനയുടെ ഒരു പുസ്തകം എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ട് ഇപ്പോഴുള്ള ഇടവക വികാരിക്ക് മുമ്പുണ്ടായിരുന്ന ഫാദർ കുര്യൻ മാരാർ പറമ്പലച്ചൻ്റെ അടുക്കൽ ആ പുസ്തകം നോക്കി കുമ്പസാരിക്കാനായിട്ട് എനിക്ക് അവസരം തന്നു. ഞാൻ ആ പുസ്തകം നോക്കി കുമ്പസാരിച്ചു. ഇതിന് ശേഷം ഒരുപാട് വ്യക്തികൾ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാനായിട്ട് സാഹചര്യമുണ്ടായി. ഒരുപാട് സഹോദരങ്ങൾ എന്നെ ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഈ അനുഭവത്തിന് ശേഷമാണ് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. കൂടാതെ കോൺവെൻറ്റിൽ നിന്ന് ഇടയ്ക്കിടെ മറ്റ് സിസ്റ്റേഴ്സും വന്നുകൊണ്ട് എന്നെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സമയങ്ങളിലാണ് ഞാൻ ക്രിസ്തുവിനെ അനുഭവിക്കാനായിട്ട് വീണ്ടും ഒരവസരം കൂടി എനിക്ക് ലഭിക്കുന്നത്. എൻ്റെ ഇടവകയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ വിശുദ്ധ ബലി എൻ്റെ അടുത്ത ഭവനത്തിലാണ് നടന്നത്. അപ്പോൾ കുർബാന മധ്യേ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന എൻ്റെ മനസ്സിലെ വലിയ അതിയായ ആഗ്രഹമുണ്ടായി. ഉടനെ ഞാൻ എഴുന്നേറ്റിരുന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങി. കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. വചനം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22:16 ആണ്. ഇനി നീ എന്തിന് കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക, എൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുക എന്ന വചനഭാഗമാണ് കിട്ടിയത്. ഞാൻ ഉടനെ അവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, അവിടെ നിന്ന് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വരണം. എനിക്ക് ഇപ്പോൾ അങ്ങയെ സ്വീകരിക്കാൻ സാധിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് എനിക്ക് യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് അവസരം നൽകി. അച്ഛൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയും എനിക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് അവസരം നൽകുകയും ചെയ്തു. അത് എൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവിനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായിരുന്നു. എൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹത്തെക്കുറിച്ച് കൂട്ടായ്മയിൽ സംസാരിച്ചപ്പോൾ സെൻറ്റ് ജോർജ് ഇടവകാരിയായിരുന്ന ആൻ്റണി മഴുവഞ്ചേരി അച്ഛൻ്റെ അടുക്കലേക്ക് എൻ്റെ ആവശ്യം പറയുകയും അച്ഛൻ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് അവസരം നൽകുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ക്രിസ്മസ് ദിനത്തിൽ സിസ്റ്റർ എൻ്റെ ബെഡിനോട് ചേർന്ന് ചെറിയൊരു സ്റ്റാൻഡിൽ ക്രിസ്മസ് ക്രിബും ഉണ്ണീശയുമെല്ലാം ഒരുക്കി തന്നിരുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ ആ യേശുവിനെ ഞാൻ വീണ്ടും ഓർക്കുകയാണ്. ആ ഉണ്ണിയേശുവിനെ നോക്കി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, അങ്ങ് എൻ്റെ വീട്ടിലാണ് പിറന്നതെന്ന്. കാരണം എൻ്റെ ഭവനത്തിൽ തീർത്തും അഴുക്ക് പുരണ്ട മുറികളായിരുന്നു.
ആ സമയത്ത് അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു, അച്ഛൻ എൻ്റെ അടുത്ത് വീടിന് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വീടിൻ്റെ മുഴുവൻ പെയിൻ്റ് അടിച്ചെങ്കിലും എൻ്റെ മുറി മാത്രം പെയിൻറ് ചെയ്തിരുന്നില്ല. ഉണ്ണീശോ കാലിത്തൊഴുത്തിലാണ് പിറന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ വീട് എൻ്റെ മുറി പെയിൻറ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന ക്രിസ്മസ് ദിനത്തിൽ ആൻ്റണി അച്ഛൻ എന്നെ അവരുടെ ഇടവകയിൽ എൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുവാനും ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനുമായി അവസരം നൽകി. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് 3 മക്കളായിരുന്നു. മൂത്ത 2 പെൺകുട്ടികളായിരുന്നു. ഒരു പ്രായമായപ്പത്തിന് കല്യാണം കഴിച്ച്. ഏറ്റവും ഇളയതായിരുന്നു ആൺമൻ. അവനായിരുന്നു ആകെ പ്രതീക്ഷ. അങ്ങനെ വലുതായി ജോലിയൊക്കെ പഠിച്ച് ഒരു പണിക്കാരനായതാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഈ അപകടം ഉണ്ടായത്. അവരുടെ ആകെ വിഷമത്തിലായി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിനെ ആശ്രയിച്ചങ്ങനെ ജീവിച്ചു പോകണം. ഇന്നും അങ്ങനെ തന്നെ, വേറെ ഒന്നും ചിന്തിക്കണമില്ല. പിന്നെ കുറേ പ്രാർത്ഥനയിലൊക്കെ ആയപ്പോഴേ ഞങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടി. സിസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ വീട്ടിൽ എപ്പോഴും വരും, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴൊക്കെ കുറേ സമാധാനം കിട്ടി. പിന്നെ സിസ്റ്റർമാർ, മരിയ സിസ്റ്ററിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ ആൻ്റണി അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് കുർബാന കൊണ്ടുവന്ന് തരുമായിരുന്നു. പിന്നെ ബോബിത്തച്ഛൻ, ബോബിനച്ഛൻ, എല്ലാവരും, നമ്മുടെ മദർ, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് സിസ്റ്റർമാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോൻ്റെ കൂട്ടുകാർ, ഒരുപാട് യുവജനങ്ങൾ എൻ്റെ മോൻ്റെ കൂടെ ഉണ്ട്. ഒരുപാട് സഹായം അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണുണ്ട്. തുടർച്ചയായ പ്രാർത്ഥനകളും കാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇന്ന് നിക്സൺ തിരക്കലാണ്. ഒരു പറ്റം യുവാക്കൾ നിക്സന്റെ ജീവിതത്തിലും പ്രവർത്തന മേഖലകളിലും അദ്ദേഹത്തെ സഹായിക്കാനായി സദാ കൂടെയുണ്ട്. 6ാം ക്ലാസ്സുകാരനായ ജോൺ പോളാണ് ഇതിൽ ഏറ്റവും ഇളയ ആൾ. പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കും നിക്സന്റെ പുറത്തേക്കുള്ള യാത്രകളിലും വീൽചെയറിൽ കൊണ്ടുപോകുന്നത് ജോൺ പോളാണ്. ഈ സുഹൃത്തുക്കളാണ് നിക്സന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും സഹായവും നൽകി വരുന്നത്. വീഴുന്നതിന് മുമ്പ് പള്ളിയിലൊന്നും പോകാതെ നടന്നിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഏകദേശം 1 മാസം ഞാൻ പള്ളിയിൽ അകത്ത് കയറുവാനും പരിശുദ്ധ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും എല്ലാം തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ അപകടം സംഭവിക്കുന്നത്. സെഫാനിയ ആമുഖം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, കർത്താവ് ശിക്ഷിക്കുന്നത് രക്ഷിക്കാനാണെന്ന്. എൻ്റെ രക്ഷയുടെ ദിവസം കൂടിയായിരുന്നു 2011 മെയ് 21 ശനിയാഴ്ച ദിവസം. ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിലെ അവരുടെ എല്ലാം പ്രതീക്ഷയായിരുന്നു ഞാൻ. അവരെല്ലാം പരിപാലിക്കേണ്ടതും അവർക്ക് ആശ്രയമായി നിൽക്കേണ്ടവനുമായിരുന്നു. പക്ഷേ എനിക്ക് ഈ നടന്ന അപകടത്തിൽ വളരെ ദുഃഖവും നിരാശയിലുമെല്ലാം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു പോയി. ആ നാളുകളിൽ എന്നെ സഹായിക്കുവാനായിട്ട് എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളുമെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സെൻറ്റ് ഗാമിലിയൻസ് വൈദികരായ ഫാദർ ബോബിനും ഫാദർ ബോബിത്തും എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ സഹായിക്കുന്നു. അതേപോലെ കൂട്ടായ്മയിലെ സഹോദരിമാരും സിസ്റ്റർ റോസ്മേരിയും മറ്റുള്ളവരും എന്നെ വചനത്തിലും വിശ്വാസ ജീവിതത്തിലും ആഴത്തോടെ ജീവിക്കുവാൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ അതിനേക്കാൾ ഉപരിയായി എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരിമാരും അവരുടെ ജീവിത പങ്കാളികളും കൊച്ചുമക്കളും എന്നെ കൂടുതൽ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് വളരുവാനും കൂടുതൽ തീക്ഷ്ണതയോടുകൂടി യേശുവിന് വേണ്ടി ജീവിക്കുവാനും എന്നെ സഹായിക്കുന്നുണ്ട്.
നിക്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 2 ചേച്ചിമാർക്ക് ഇളയ ആങ്ങളെയാണ് അവൻ. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം അവൻ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും അവൻ വീണതിനുള്ള സങ്കടമൊക്കെ മാറി. ഇപ്പോൾ ഈ അവസരത്തിൽ നിൽക്കുമ്പോൾ എല്ലാം ഒരു ദൈവിക പദ്ധതിയായി ഞങ്ങൾ കാണുന്നു. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇതുവഴി ഞങ്ങൾക്ക് സാധിച്ചു. ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിച്ചറിയാൻ ദൈവം നൽകിയ സമ്മാനമായിട്ടാണ് നിക്സൺ തൻ്റെ ഈ 2ാം ജന്മത്തെ കാണുന്നത്. പൂർണ്ണമായും തളർന്ന ശരീരമാണെങ്കിലും അത് മറ്റുള്ളവർക്കായി ജീവിച്ച് തൻ്റെ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുക എന്നതാണ് നിക്സന്റെ ലക്ഷ്യം. ക്രിസ്തുവിൻ്റെ ഈ തിരുപ്പിറവി എന്നെ സ്മരിപ്പിക്കുന്നത് എൻ്റെ ഒരു പുതിയ ജനനമാണ്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൂടുതൽ അറിയാൻ ഇടയായ സാഹചര്യം ഈ വീഴ്ചയാണ്. ഇപ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും, എനിക്ക് ഇത് എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി നേരത്തെ സംഭവിക്കേണ്ടതായിരുന്നുവെന്ന്. പലരോടും ഞാനത് പറയുമ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് എനിക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒട്ടനവധി മുറിവുകൾ ഏൽക്കുമായിരുന്നു. രാത്രി കിടക്കുന്ന സമയങ്ങളിലെല്ലാം ആയുർവേദ ചികിത്സയോടനുബന്ധിച്ച് എണ്ണ പുരട്ടി കിടക്കുമ്പോൾ എൻ്റെ കാലുകളിൽ വിരലുകളെല്ലാം എലികൾ കാരി കടിച്ച് പോകുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. രക്തം വാർന്നൊലിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വേദനയോടുകൂടി നോക്കുന്ന മാതാപിതാക്കളെ കാണുമായിരുന്നു. പക്ഷേ അന്നൊന്നും ക്രിസ്തുവിൽ കൂടുതൽ ആഴപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ക്രിസ്തുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നപ്പോൾ ഈ സഹനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാക്കി മാറ്റി. അതോടൊപ്പം തന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം വചനം പങ്കുവയ്ക്കാനും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നുണ്ട്. പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ കുറിച്ച് പങ്കുവയ്ക്കുവാനും സാധിക്കുന്നുണ്ട്. ഞാൻ നിക്സനെ പരിചയപ്പെട്ട് ഒരു 5.5 വർഷം കഴിഞ്ഞ് ഞാൻ നിക്സൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിക്സൺ കിടപ്പ് തന്നെയായിരുന്നു. ആയൊരു നിരാശ മനോഭാവമായിരുന്നു. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം, ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം പ്രാർത്ഥനയിലൂടെ ബൈബിൾ സ്ഥിരമായി വായിച്ചു തുടങ്ങി നിക്സൺ. അതിലൂടെ ഒത്തിരി മാറ്റങ്ങൾ നിക്സണിൽ വന്നു. വീൽ ചെയറിൽ സഞ്ചരിക്കാവുന്ന ഒരവസ്ഥയിൽ ഒത്തിരി പുറത്തോട്ട് പോകാൻ പറ്റും. സ്വന്തം കാര്യങ്ങൾ അത്യാവശ്യം നിക്സന് കുളിക്കാനൊന്നും പറ്റില്ലായിരുന്നു. മറ്റുള്ളവർ തുടച്ച് കൊടുക്കണം. അമ്മിച്ചിയായിരുന്നു നിക്സൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് കുളിക്കുക, അതേപോലെ ഒത്തിരി കാര്യങ്ങൾ ദൈവം യേശു ക്രിസ്തു നിക്സനോട് സാധിച്ചു കൊടുത്തു. അതേപോലെ തന്നെ അക്രൈസ്തവരായിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാർക്കും നിക്സൺ ഒരു പ്രചോദനവും ഒരു മാതൃകയുമാണ്. നിക്സൺ വീണതിൽ ഇപ്പോൾ നിക്സൺ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് വീണതിൽ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ക്രിസ്തുവിനെ അറിയാൻ പറ്റി അതിലുള്ള സന്തോഷമാണ്. ഈ ലോകത്തിലുള്ളതല്ല, ഇനിയൊരു ജീവിതം നിക്സൺ സ്വപ്നം കാണുന്നുണ്ട്. എല്ലാവരും ശരിക്കും ആ ഒരു ഉൾക്കാഴ്ച നിക്സന് ദൈവം കൊടുത്തു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നിക്സൺ കരുതുന്നത്. നിക്സന് ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ചെറിയ ചെറിയ ശുശ്രൂഷകൾ ഒരാളെയെങ്കിലും നേടാൻ, ഈ ലോകത്ത് ഒരാത്മാവിനെങ്കിലും ലോകത്ത് നേടാൻ പറ്റിയ ക്രിസ്തുവിനെ പ്രതി അത് വളരെ നല്ലതായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആരോരുമില്ലാതെ തെരുവോരങ്ങളിൽ കഴിയുന്ന അനേകർക്ക് ഒരു നേരത്തെ ആഹാരം സാധിക്കുമ്പോഴൊക്കെ കൊടുക്കുക എന്ന ലക്ഷ്യവും നിക്സണുണ്ട്. അതിനായി ഒരു പറ്റം നല്ല സുഹൃത്തുക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ ഈ കാരുണ്യ പ്രവൃത്തിക്ക് നിക്സൺ നേതൃത്വം നൽകി വരുന്നു. ഇവിടെയുള്ള കുറച്ച് വീട്ടമ്മമാരാണ്
ആഹാരം പാകം ചെയ്യാൻ നിക്സനെ സഹായിക്കുന്നത്. ഇവരുടെയെല്ലാം കഠിനാധ്വാനവും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ ശുശ്രൂഷയിൽ നിക്സണ് കരുത്ത് പകരുന്നത്. വികാരിയച്ഛനും നിർമ്മല ഭവൻ കോൺവെന്റിലെ സിസ്റ്റേഴ്സും നല്ലവരായ നാട്ടുകാരും നിക്സന് പൂർണ്ണ പിന്തുണ നൽകുന്നു. നിക്സൻ്റെ ജീവിതം, പ്രത്യേകിച്ച് ശാരീരിക വൈകല്യത്തോടെയുള്ള ആ ജീവിതം ഒരിക്കലും പുറകോട്ട് പോയിരുന്നില്ല, നിരാശയിലൂടെ പോയിട്ടില്ല. അതിലുപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രത്യാശ നൽകുന്നതായിട്ട്, സ്നേഹം നൽകുന്നതായിട്ട്, ദൈവവചനം പങ്കുവെക്കുന്നതിനായിട്ട്, പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് എല്ലാം സാധിച്ചു തരും എന്നുള്ളൊരു മനോഭാവം മറ്റുള്ളവർക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ഇവർക്കെല്ലാം നിക്സൻ്റെ ഈ ഒരു ജീവിതം പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എൻ്റെ ഈ അവസ്ഥയിൽ കഴിയുന്ന സഹോദരങ്ങൾ ചിലപ്പോൾ തളർന്നു കിടക്കുന്നവരാവാം, അല്ലെങ്കിൽ മറ്റ് രോഗാവസ്ഥയിൽ കഴിയുന്നവരാകാം. നിങ്ങൾക്ക് ലഭിച്ച അവസരത്തെ നിങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കണം. അതേപോലെ മറ്റുള്ളവരുടെ ആത്മാവിനെ നേടുവാനായിട്ട് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ആളുകളുടെ അടുക്കൽ സന്തോഷത്തോടുകൂടി ക്രിസ്തുവിനെ സാക്ഷിയായി ജീവിച്ചുകൊണ്ട്, അവർക്കൊരു മാതൃകയായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടി വിശ്വാസത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റങ്ങളും മറ്റുള്ളവരോടും അക്രൈസ്തവരായവരായിരിക്കാം, മറ്റ് സഹോദരങ്ങളായിരിക്കാം, അവരോടെല്ലാം പറയുമ്പോൾ അവർ ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും അവർ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടാവും. ആഴ്ചയിലൊരിക്കൽ നിർമ്മല ഭവൻ കോൺവെന്റിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ധാരാളം പേർ പങ്കെടുക്കുവാനെത്തുന്നു. അനേകർക്ക് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ വലിയൊരു അനുഗ്രഹമാണ്. കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിക്സൺ തിരഞ്ഞെടുക്കുന്ന വഴികൾ നിരവധിയാണ്. ഒരുപക്ഷെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാവാം ഒരുപാട് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി. നമുക്ക് ഈ ലോക ജീവിതത്തിനേക്കാൾ ഉപരിയായി ഒരു ജീവിതമുണ്ട്. ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ തിരുവചനമാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ തിരുവചനം നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുകയും മറ്റുള്ളവരെ നിത്യജീവനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുകയും ചെയ്യുവാൻ നമ്മളെ സഹായിക്കും. എല്ലാവർക്കും യേശുവിൻ്റെ തിരുപ്പിറവി ആശംസകൾ നേരുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.